നമസ്കാരം. മട്ടച്ച് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് പെരിയാറാണ്. കേരളത്തിലെ നദികളെ കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. രണ്ടാമത്തെ ഭാഗമായ പെരിയാറെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു മാറ്റുന്നത്. ഭാരതപ്പുഴ, ചാലിയാർ, പമ്പയെ കുറിച്ച് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. നിലവിൽ നമ്മൾ ഇന്ന് നമ്മുടെ പെരിയാറെ കുറിച്ച് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ കൂടുതൽ അതിന്റെ ഫാക്ട്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഒറ്റ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ദീർഘിപ്പിക്കുന്നില്ല, ക്ലാസ്സിൽ കിടക്കാം. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്നതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ്. ഏകദേശം 244 കിലോമീറ്റർ നീളത്തിൽ അത് ഒഴുകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അടിസ്ഥാന വിവരങ്ങളാണ്. പക്ഷേ PSC ഓറിയന്റഡ് നമ്മൾ കുറച്ചും കൂടി അതിനെ കുറച്ച് ദീർഘിപ്പിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ്. അപ്പം അതിന്റെ നീളത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ട്. 244 കിലോമീറ്റർ ആണ് അതിൻ്റെ ഉള്ളത്. 244 കിലോമീറ്റർ 244 കിലോമീറ്റർ. ഓക്കെ, ആദ്യമേ നമ്പർ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. നമുക്ക് വഴിയെ അതിന്റെ കാര്യങ്ങൾ പഠിച്ചു മാറ്റാം. പെരിയാറെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് വിശേഷങ്ങളുണ്ട്. അതായത് ഏറ്റവും കേരളത്തിലെ ജീവരേഖ, കേരളത്തിന്റെ ജീവനാഡി എന്നൊക്കെ വിശേഷണമുള്ള ഒരു നദിയും കൂടിയാണ് പെരിയാറ്. അതേപോലെ തന്നെ അർത്ഥശാസ്ത്രത്തിലെ ചൂർണ എന്ന വിശേഷണമുള്ള നദിയാണ്. പിന്നെ നമ്മുടെ ശങ്കരാചാര്യ പൂർണ്ണ എന്ന് വിളിച്ചൊരു നദിയും കൂടിയാണ് പെരിയാറ്. 10 വിശേഷങ്ങളൊക്കെ നിറഞ്ഞൊരു നദിയും കൂടിയാണ് പെരിയാറ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ്. 244 കിലോമീറ്റർ ആണ് അതിൻ്റെ ഉള്ളത്. അതും കൂടി പഠിച്ചു മാറ്റുക. പിന്നെ അതിന് നമുക്ക് ഓർക്കേണ്ടത്, പെരിയാർ എന്ന നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടം മലനിരയിൽ നിന്ന് സഹ്യപർവ്വതമായ നമ്മുടെ ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവിടുന്ന് ശിവഗിരി മല പഠിച്ചു മാറ്റുക. അതൊരു മാർക്കിന്റെ കാര്യമാണ്. ശിവഗിരി മല പശ്ചിമഘട്ട മലനിരയിൽ നിന്ന് ശിവഗിരി കുന്നിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിച്ച് ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു ഫ്ലോ പഠിച്ചു മാറ്റുന്നത്. പശ്ചിമഘട്ട മലനിരയായ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെ ഒഴുകി എറണാകുളത്തുള്ള വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നതെന്ന് കൂടി പഠിച്ചു മാറ്റുക. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകളൊക്കെ നമുക്ക് പഠിക്കാം. അതായത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലൂടെയാണ് വേമ്പനാട്ട് കായൽ പതിക്കുന്നത്. എറണാകുളത്ത് ഉള്ള വേമ്പനാട്ട് കായലിലാണ് ഇടുക്കി എറണാകുളം ജില്ലയിലൂടെ ഒഴുകി വരുന്ന പെരിയാറ് പതിക്കുന്നതും കൂടി പ്രത്യേകം പഠിച്ചു മാറ്റുക. നമുക്ക് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്ന ഏതൊക്കെ ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്, അല്ലാത്തതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെയാണ് ഈ നമ്മുടെ പെരിയാർ ഒഴുകുന്നത്. ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. അതിൻ്റെ നീളം 244 കിലോമീറ്റർ. ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ്, ശിവഗിരി കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കൂടി കൃത്യമായിട്ട് പഠിച്ചു മാറ്റുക. എക്സാമിന് വേണ്ടേ പറഞ്ഞു. ചൂർണി, പൂർണ്ണ, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിശേഷണമുള്ള ഒരു നദിയും കൂടിയാണ് പെരിയാറ്. അതേപോലെ തന്നെ നമ്മുടെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച ഒരു നദിയും കൂടിയാണ് പെരിയാർ എന്ന് കൂടി പഠിച്ചു മാറ്റുക. കേരളത്തിന്റെ ജീവരേഖ, കേരളത്തിന്റെ ജീവനാഡി എന്ന് വിശേഷണമുള്ള നദിയും കൂടിയാണ് പെരിയാറ്. ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെ ഒഴുകി എറണാകുളത്തെ വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു എന്നാണ് ഇതിന്റെ ഫ്ലോ. റിവിഷൻ കൂടിയാണ്, അത് കുറച്ചുകൂടി ആവർത്തിക്കുന്നത്. നിങ്ങൾക്ക് സ്പീഡ് എന്താണ് ബോറടിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓടിച്ചു വിടുക. കൃത്യമായിട്ട് കിട്ടും. ഞാൻ ഇവിടെ തന്നെ പഠിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഓക്കെ, സെറ്റാണ്. അതായത് ജീവനാഡി, ജീവരേഖ, ചൂർണി, പൂർണ്ണ എന്ന വിശേഷമുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അറബിക്കടലിലെ വേമ്പനാട്ട് കായൽ, എറണാകുളത്തുള്ള വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. പെരിയാറ് നേരിട്ട് പോയി അറബിക്കടലിൽ പതിക്കുന്നില്ല, വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത് കൂടി കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ശരി, അപ്പോൾ അതിൻ്റെ നീളം നോക്കണേ. 244. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ എന്നും കൂടി പഠിച്ചു വെക്കുക. ശരി, ആലുവ പുഴ, അതേപോലെ തന്നെ ആലുവ പുഴ കാലടിപ്പുഴ എന്നാണ് പറയുന്ന നദി കൂടിയാണ് ഏത് പെരിയാറ്. ആലുവ പുഴ കാലടിപ്പുഴ എന്ന് പറയുന്ന എന്നാണ് വിളിക്കുന്ന നദിയും കൂടിയാണ് പെരിയാർ എന്നും കൂടി പഠിച്ചു മാറ്റുക. ആലുവ പുഴ കാലടിപ്പുഴ എന്ന് വിളിക്കുന്ന നദിയും കൂടിയാണ് പെരിയാറാണ് എന്നും കൂടി പഠിച്ചു മാറ്റുക. ശരി, ആലുവയിൽ വെച്ച് ഈ പെരിയാർ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെ ഒഴുകി എറണാകുളത്തെ ആലുവയിൽ വെച്ച് എന്താകുന്നു, ഈ നദി രണ്ടായിട്ട് പിരിയുന്നുണ്ട്. അതായത് ഒന്ന് മംഗലം പുഴയും മറ്റൊന്ന് മാർത്താണ്ഡൻ പുഴയായും രണ്ടായി പിരിയുന്നതും കൂടി പഠിച്ചു വെക്കുക. നമ്മൾ പറഞ്ഞു ആലുവ പുഴ, അതേപോലെ തന്നെ കാലടിപ്പുഴ എന്ന് വിളിക്കുന്ന നദിയും കൂടി ഏതാണ് പെരിയാറ്. എറണാകുളത്തെ ആലുവയിൽ വെച്ച് മംഗലം പുഴയും
മാർത്താണ്ഡൻ പുഴയായി രണ്ടായി പിരിയുന്ന ഏത് നദി ചോദിച്ചാൽ അത് പെരിയാർ എന്നും കൂടി പഠിച്ചു വെക്കുക. ശരി, മംഗലം പുഴയും മാർത്താണ്ഡൻ പുഴയുമാണ്. ഇത് നമുക്ക് ഇതിന് നോക്കേണ്ടത് ഇതിൻ്റെ പോഷക നദികളാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും കൂടി ഏതാണ്? പെരിയാറാണ്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വിശേഷണങ്ങൾ പറഞ്ഞു. ജീവരേഖ, കേരളത്തിൻ്റെ ജീവരേഖ, കേരളത്തിൻ്റെ ജീവനാഡി. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദിയും അതേപോലെ തന്നെ എന്താണ് ശങ്കരാചാര്യ പൂർണ്ണ എന്ന് വിളിച്ച നദിയും കൂടി ഏതാണ്? പെരിയാറാണ്. അതിനുശേഷം നമ്മളിപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുന്നു ഏറ്റവും കൂടുതൽ എന്താണ് പോഷക നദികൾ ഉള്ള നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ പെരിയാറിലാണ്. ഏറ്റവും കൂടുതൽ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്, പെരിയാർ നദിയിലാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും കൂടി പെരിയാറാണ്. പലതവണ പ്രസ്താവന രൂപത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു മാറ്റുക. ശരി, അപ്പം നമ്മൾക്ക് ഇനി നോക്കേണ്ടത് പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന പെരിയാറിൻ്റെ പോഷക നദികൾ നോക്കാം. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ് നോക്കാം. നോക്കൂ, പെരിയാറിൻ്റെ പോഷകം മുല്ലയാറ് നോക്കണേ. മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ഞാങ്കുട്ടിപ്പുഴ. മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ഞാങ്കുട്ടിപ്പുഴ. മൂന്നായേ മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ഞാങ്കുട്ടിപ്പുഴ. മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ഞാങ്കുട്ടിപ്പുഴ. മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ഞാങ്കുട്ടിപ്പുഴ. മൂന്നായേ പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്. മൂന്നാറ് പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്. പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്. ഇവിടെ 3, 3, 6 ലാസ്റ്റ് 1 ഇടമലയാറ്. മൊത്തം 7 പോഷക നദികളാണ് പെരിയാറിനുള്ളത്. ഓരോന്നായിട്ട് കൃത്യമായിട്ട് 7 കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പ്രസ്താവന രൂപത്തിൽ കുറേ തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അറിയണം. ഇനിയിപ്പം പെരിയാറിൻ്റെ പോഷക നദികൾ, അതേപോലെ ഭാരതപ്പുഴയുടെ പോഷക നദികൾ, പമ്പയുടെ പോഷക നദികൾ, ചാലിയാറിൻ്റെ പോഷക നദികളൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് കൃത്യമായിട്ട് എന്താണ് പെരിയാറിൻ്റെ പോഷക നദികൾ, ഭാരതപ്പുഴ പോഷക നദികൾ, പമ്പയുടെ പോഷക നദികൾ കൃത്യമായിട്ട് പഠിച്ചു മാറ്റണം. അപ്പോൾ നമുക്ക് പ്രസ്ഥാന രൂപത്തിലൊക്കെ തരികയാണെങ്കിൽ കൃത്യമായിട്ട് അതെന്താണ് ആൻസറിൽ കേട്ടാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു മാറ്റുക. മുല്ലയാറ് പെരിയാറിൻ്റെ പോഷക നദികളാണ് പറയുന്നത്. മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ഞാങ്കുട്ടിപ്പുഴ. മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ഞാങ്കുട്ടിപ്പുഴ. പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്. പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്. 7 പോഷക നദികളാണ് പെരിയാറിലുള്ളത്. എണ്ണമല്ല നമുക്ക് പ്രധാനം, നമുക്ക് ആ പേരുകളാണ് വേണ്ടത്. ഒരു പ്രസ്താവന രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ചോദ്യം കാണുമ്പോൾ നമുക്കതിൻ്റെ ഇതാണ് ഈ പറയുന്ന നദികളാണ് പെരിയാർ പോഷക നദികൾ, ഇതാണ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ, ഇതാണ് പമ്പയുടെ പോഷക നദികൾ എന്ന് കൃത്യമായിട്ട് ചോദ്യം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് 7 കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, സെറ്റാണ്. ശരി, അപ്പോൾ പറഞ്ഞു ആലുവയിൽ മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ രണ്ടായി പിരിയുന്ന പുഴ, രണ്ടായി പിരിയുന്നു, അടിച്ചു പിരിയുന്നു. രണ്ടായി പിരിയുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും കൂടി പറയണം. അതും കൂടി ഏതാണ്? പെരിയാറാണ്. ശരി, പെരിയാറിൻ്റെ പോഷക നദികൾ പഠിച്ചു. ഇത് നോക്കേണ്ടത് വീണ്ടും കുറച്ച് നദികളെ കുറിച്ച് പഠിക്കാനുണ്ട്. പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികളാണ്. ഇപ്പോൾ കുറച്ച് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും കൂടിയാണ് പെരിയാർ എന്ന് പഠിച്ചു മാറ്റും. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ വിശേഷണങ്ങൾ പൂർണ്ണ, ചൂർണി, ജീവരേഖ, ജീവനാഡി ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു മാറ്റണേ. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. ഇനി നമുക്ക് പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ അതാണ് ജലവൈദ്യുത പദ്ധതികൾ ഏതാണെന്ന് നോക്കാം. ശരി, ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പഠിച്ചു മാറ്റാം. പക്ഷേ നിങ്ങൾക്ക് റിവിഷനിലൂടെ നിങ്ങൾക്ക് ഇത് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. 1, 2 തവണ നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് സെറ്റ് ആവണമെന്നില്ല. കാരണം ഒന്നിൽ കൂടുതൽ നദികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതാണ് എളുപ്പം കോഡിൻ്റെ ഒരു കോഡാക്കിയിട്ടോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പഠിച്ചു പറ്റുന്നത് നമുക്കത് പഠിച്ചു വെക്കണം. നമുക്കത് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് കൂടി ഓർത്ത് വെക്കുക. ശരി, പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ ജലവൈദ്യുത പദ്ധതികളാണ് നമ്മൾ നോക്കുന്നത്. ശരി, ഇടുക്കി ജലവൈദ്യുത പദ്ധതി, പള്ളിവാസലുണ്ട്. ഇടുക്കി പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ്, നേര്യമംഗലം, പിന്നെ ലോവർ പെരിയാർ. കണ്ടോ, ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ്, നേര്യമംഗലം, ലോവർ പെരിയാർ. 1, 2, 3, 4, 5, 6 ഇവിടെ 7. അപ്പം അതിൻ്റെ പോഷക നദികൾ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഇത് പഠിച്ചു മാറ്റി നമുക്ക് ഒരു എക്സാം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പോഷക നദികൾ ഏതാണ് ജലവൈദ്യുത പദ്ധതികളും കൂടി കൺഫ്യൂഷൻ ആകാൻ പാടില്ല. കൃത്യമായിട്ട് പഠിച്ചു മാറ്റണം. അതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. ശരി, നോക്കൂ, പോഷക നദികൾ പഠിച്ചു മാറ്റി സൈഡ് വെച്ചോളൂ. നമുക്ക് അതിൻ്റെ
ആ നദിയിൽ, പെരിയാർ എന്ന നദിയിൽ സ്ഥിതി ചെയ്യുന്ന ജല വൈദ്യുത പദ്ധതികളാണ് പറയുന്നത്. ഈ 6 നോക്കൂ. ഇടുക്കി പള്ളിവാസൽ, ഇടുക്കി പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം. നോക്കൂ, ഇടുക്കി പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. 6 ഇടുക്കി പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, ലോവർ പെരിയാർ, നേര്യമംഗലം. 6 സെറ്റ്. അപ്പോൾ അതിൻ്റെ പോഷക നദികൾ പറഞ്ഞു. അതേപോലെ തന്നെ പെരിയാർ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികളിൽ കൂടി അത് പഠിച്ചു മാറ്റി. 6ഉം 7ഉം ആ നമ്പർ പുറത്തോളൂ, പരസ്പരം മാറാൻ പാടില്ല. ഇത് ജലവൈദ്യുത പദ്ധതികളാണ്. ഇത് അതിൻ്റെ പെരിയാറിൻ്റെ പോഷക നദികൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു മാറ്റണം. ശരി. ഇനി പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങളുണ്ട്. തേക്കടി വന്യജീവി സങ്കേതവും അതേപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതവും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതം കൂടി പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതും കൂടി പഠിച്ചു മാറ്റുക. നോക്കൂ, ഏതൊക്കെ പറഞ്ഞ്? തേക്കടി വന്യജീവി സങ്കേതം, അതേപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതം, കൂടാതെ തട്ടേക്കാട് പക്ഷി സങ്കേതവും കൂടി സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ഈ പറയുന്ന 3 കൂടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണെന്ന് കൂടി കൃത്യമായിട്ട് പഠിച്ചു മാറ്റണേ. കൺഫ്യൂഷനാവല്ലേ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഒന്നുകൂടി പറഞ്ഞേ. തേക്കടി വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഓക്കെ. ബേർഡ് സാങ്ച്വറി ആണ്. ഇത് വൈൽഡ് ലൈഫാണ്. ശരി, ഓക്കെ. തേക്കടി വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കൺഫ്യൂഷൻ ആവല്ലേ? അപ്പോൾ പോഷക നദികൾ പഠിച്ചു, ജലവൈദ്യുത പദ്ധതികൾ പഠിച്ചു, അതേപോലെ തന്നെ അതിൻ്റെ പക്ഷി സങ്കേതവും വന്യജീവി സങ്കേതവും കൂടി പഠിച്ചു. പിന്നെ അതിൽ ആലുവപ്പുഴ, കാലടിപ്പുഴ എന്ന് വിളിക്കുന്ന വിളിച്ചിരുന്ന നദി ഏതാണെന്ന് കൂടി നോക്കിയാൽ അതേതാണ്? അത് പെരിയാറാണ്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുകൂടി നോക്കിയാൽ കൃത്യമായി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ശരി. നമുക്ക് 2 വർഷം പഠിക്കാനുണ്ട്. ഇതിൽ 2 വർഷമുണ്ട്. അത് നോക്കേണ്ടത് 1341 പെരിയാറിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. 1341 വെള്ളപ്പൊക്കത്തിൽ 1341 വെള്ളപ്പൊക്കത്തിൽ എന്ന് നടന്നു. അതായത് കൊടുങ്ങല്ലൂർ മുസിരീസ് എന്നറിയപ്പെടുന്ന ഒരു തുറമുഖം നശിക്കുകയുണ്ടായി. അതായത് 1341 നടന്ന ഒരു വെള്ളപ്പൊക്കത്തിൽ, പെരിയാർ നദിയിൽ നടന്നൊരു വെള്ളപ്പൊക്കത്തിൽ മുസിരീസ് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ, നോക്കൂ, കൊടുങ്ങല്ലൂർ നമ്മുടെ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂരാണ്, പഴയ മുസിരീസ്, ഈ ഒരു തുറമുഖം നശിക്കുകയുണ്ടായി. മനസ്സിലായില്ലേ? ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ ഇല്ലാതായി. ഇനി അടുത്തൊരു കാര്യം പറയേണ്ടത്, ആ ഒരു 1341 കൊടുങ്ങല്ലൂർ, ഈ വെള്ളപ്പൊക്കത്തിൽ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ പഴയ മുസിരീസ് ആയിരുന്ന ഒരു തുറമുഖം തന്നെ ഇല്ലാതായി. മറിച്ച് ഈ ഒരു 341 വെള്ളപ്പൊക്കത്തിൽ കൊച്ചി തുറമുഖം, ഒരു പുതിയൊരു തുറമുഖം തന്നെ രൂപപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൂടി ഓർത്തു നോക്കുക. 1341 കൊടുങ്ങല്ലൂർ, ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ പഴയ മുസിരീസ് എന്നൊരു തുറമുഖം നശിക്കുകയുണ്ടായി. അതിനുശേഷം അതേ വെള്ളപ്പൊക്കത്തിൽ കൊച്ചി തുറമുഖം രൂപപ്പെട്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കൂടി ഓർത്തു വെക്കാം. ശരി. 1924 വെള്ളപ്പൊക്കം, അതായത് മലയാള മാസം കൊല്ലവർഷം 1999 ഈ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. 1999 അതിനെ 99 വെള്ളപ്പൊക്കം കൂടി അറിയപ്പെട്ടിരുന്നു. 99 വെള്ളപ്പൊക്കം കൂടി ഫ്ലഡ് എന്നും കൂടി അറിയപ്പെട്ടിരുന്നു കൂടി ഓർത്തു വെക്കുക. ശരി. ഇവിടെ എന്താണ് സംശയം കൂടി ഒന്നുകൂടി പറയാം. 1341 ഇംഗ്ലീഷ് വർഷത്തിൽ AD 1341 നടന്ന പെരിയാർ നദിയിൽ നടന്ന വെള്ളപ്പൊക്കത്തിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂർ, അന്നത്തെ പഴയ മുസിരീസ് തുറമുഖം ഇല്ലാതായി, നശിക്കുകയുണ്ടായി. നശിച്ച അതേ വർഷത്തിൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായി കൊച്ചി തുറമുഖം രൂപപ്പെട്ടു. ശരി, അത് ആ ഫാക്ട് കഴിഞ്ഞു. ശേഷം 1924 കൊല്ലവർഷം 999 നടന്ന വെള്ളപ്പൊക്കത്തെ 99 വെള്ളപ്പൊക്കം കൂടി അറിയപ്പെട്ടിരുന്നു. 2 ഫാക്ട് ഓർത്ത് നോക്കുക. പ്രസ്താവന രൂപത്തിലൊക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റല്ലേ? ശരി. ഒരു പ്രശ്നം നടത്താം. ഇതാണ് മാത്രം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പിന്നെ അതിൽ പെരിയാർ നദി ലീസ് എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ പെരിയാറിൻ്റെ ഡാമുകൾ, കുറച്ച് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. പെരിയാറിൻ്റെ ഒരു ഓവറോൾ ഇതുവരെ ചോദിച്ച കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഒരു റിവിഷൻ കൂടെ നടത്താം. കേരളത്തിൻ്റെ ജീവരേഖ, അതുപോലെ തന്നെ ജീവനാടി എന്ന വിശേഷമുള്ള നദി ഏതാണ്? പെരിയാറാണ്. അതുപോലെ തന്നെ പൂർണ്ണ എന്ന് വിശേഷമുള്ള നദി കൂടി ഏതാണ്? പെരിയാറാണ്. ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ്, പതിക്കുന്നത്
വേമ്പനാട്ട് കായലാണ്. അതായത് എറണാകുളം, കോട്ടയം, ആലപ്പുഴ 3 ജില്ലകളായി വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട്. എറണാകുളത്ത് വേമ്പനാട്ട് കായലിൽ ഇത് പതിക്കുന്ന കൂടി കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ആലുവ പുഴ കാലടിപ്പുഴ എന്ന വിശേഷണമുള്ള വിളിക്കുന്ന നദി കൂടിയതാണ് ഈ പെരിയാറാണ്. പെരിയാറിൻ്റെ പോഷക നദികൾ പിടിച്ചു മാറ്റി: മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാങ്കുട്ടിപ്പുഴ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ. ആലുവയിൽ വെച്ച് മംഗലംപുഴയും മാർത്തണ്ഡപ്പുഴയും 2ആയി വേർതിരിയുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ജലവൈദ്യുത പദ്ധതികൾ പഠിച്ചു മാറ്റി. പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 2 വന്യജീവി സങ്കേതങ്ങൾ തേക്കടിയും പെരിയാറും, അതേപോലെ തന്നെ തട്ടേക്കാട് എന്ന പക്ഷി സങ്കേതം കൂടി പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൂടി പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ 340 നടന്ന വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ തുറമുഖമാണ് മുസിരിസ് തുറമുഖം, ഇന്നത്തെ കൊടുങ്ങല്ലൂർ. അതിൽ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായി രൂപപ്പെട്ട തുറമുഖമാണ് കൊച്ചി തുറമുഖം. ശരി. 1924 AD 1924 കൊല്ലവർഷം 1919 നടന്ന വെള്ളപ്പൊക്കം 99 വെള്ളപ്പൊക്കം കൂടി അറിയപ്പെടുന്നു. ശരി. പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ വെച്ചാൽ കാലടി സ്ഥിതി ചെയ്യുന്നുണ്ട്. കാലടി പട്ടണങ്ങളല്ല, പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആരാധനാലയങ്ങൾ ചോദിച്ചാൽ കാലടി, അതേപോലെ തന്നെ മലയാറ്റൂർ പള്ളി, മലയാറ്റൂർ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് കാലടി, മലയാറ്റൂർ. പിന്നെ അതേപോലെ തന്നെ ശങ്കരാചാര്യ അദ്വൈതാശ്രമമൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിൻ്റെ തീരത്താണ് കൂടി ഓർത്ത് വെക്കുക. ശരി. ഓക്കെ, സെറ്റല്ലേ? വളരെ കുഞ്ഞു വീഡിയോയാണ്. കൃത്യമായിട്ട് ഫാക്റ്റ് നിങ്ങൾക്ക് ഇത് മാക്സിമം യൂസ്ഫുൾ ആകുക. ഇനി വരും വീഡിയോ നമുക്ക് വീണ്ടും കാണാം. കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് ജെന്യുനായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ ബൈ.